അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ വേൾഡിലാണ്. രാവിലെ എണീറ്റാൽ നമ്മൾ ആദ്യം സെർച്ച് ചെയ്യുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണാണ്. വാട്സപ്പോ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഒന്നും ഇല്ലാതെ ഒരു ഡേ പോലും ഇന്ന് തള്ളി നീക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്നാൽ ഇസ്ലാമികപരമായി നമ്മൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. നമ്മൾ വഴി പോകുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോമെന്റ് നമ്മുടെ ആഖിറത്തിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ അഥവാ സോഷ്യൽ മീഡിയയിലെ ഇസ്ലാമിക മര്യാദകളെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. നമ്മുടെ നാവ് പോലെ തന്നെയാണ് നമ്മളെ വിരലുകളും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. തന്റെ നാവ് കൊണ്ടും കൈ കൊണ്ടും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്തവനാണ് യഥാർത്ഥ മുസ്ലിം. പണ്ട് കാലത്ത് നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾക്കായിരുന്നു വിലയെങ്കിൽ ഇന്ന് നമ്മുടെ വിരലുകൾ ടൈപ്പ് ചെയ്യുന്ന വാക്കുകൾക്കാണ് ആ വാല്യൂ. നമ്മളൊരു ഗ്രൂപ്പിൽ ഒരാളെ കളിയാക്കുന്ന സമയത്ത്, ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് ഇല്ലാത്ത പറയുമ്പോൾ അത് ഗീബത്ത് എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഒരാളുടെ മുഖത്ത് നോക്കി പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ അയാളുടെ പോസ്റ്റിന് താഴെ കമന്റ് ആയി ഇടുന്നത് അദബിന് നിരക്കാത്തൊരു കാര്യം തന്നെയാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ അക്ഷരവും പടച്ചോൻ കാണുന്നുണ്ട്, അതിന് നമ്മൾ നാളെ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ്. സോഷ്യൽ മീഡിയയിലെ മറ്റൊരു വലിയ അപകടമാണ് ഫേക്ക് ന്യൂസ്. ഒരു മെസ്സേജ് വന്നാൽ അതിന്റെ സത്യം നോക്കാതെ ഫോർവേഡ് ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിലെ 6-ാമത്തെ ആയത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, സത്യവിശ്വാസികളെ, ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിക്കുക. നമ്മൾ അയക്കുന്ന ഒരു തെറ്റായ വിവരം കാരണം ഒരാളുടെ ജീവിതത്തിൽ വല്ല ബാഡായിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അതുവഴി വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം നമുക്കും കൂടിയാണ്, അതിന്റെ ഒരു ഷെയർ നമുക്കും കൂടി ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യുക. നമ്മുടെ ഇബാദത്തുകൾ പോലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ട്. ഉംറക്ക് പോകുമ്പോഴും സ്വതക്ക കൊടുക്കുമ്പോഴും ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നതിൽ തെറ്റില്ലായിരിക്കാം. പക്ഷെ നമ്മുടെ നീയത്ത് എന്താണ്? ആളുകൾ എന്നെപ്പറ്റി നല്ലത് പറയണമെന്ന ചിന്ത അവിടെ വന്നാൽ റിയാ ആണ്, അതായത് ലോകമാന്യത കടന്നു വരികയാണ്. നമ്മുടെ സ്വകാര്യ ജീവിതം, വീട്, ഭക്ഷണം എന്നിവ അമിതമായിട്ട് പ്രദർശിപ്പിക്കുന്നത് മറ്റുള്ളവരിൽ ഹസദ് ഉണ്ടാക്കും, അസൂയ ഉണ്ടാവാൻ ഒരു കാരണമാണ്. ലളിതമായ ജീവിതം നയിക്കുക എന്നത് സുന്നത്താണ്, അത് സോഷ്യൽ മീഡിയയിലും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഇത് മാറ്റിയെടുക്കാം? 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു കമന്റ് ഇടുന്നതിന് മുന്നേ ആലോചിക്കുക, ഇതുകൊണ്ട് എനിക്ക് വല്ല ഗുണമുണ്ടോ? ഖുർആനിലെ ഒരു ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യമാണോ എനിക്ക് ഹൈർ, അല്ലെങ്കിൽ മുത്തഖീങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന സ്വർഗമാണോ? ഇത് ഈ ഒരു ആയത്ത് നമ്മൾ എപ്പോഴും നമ്മളെ ലൈഫ് ലോങ് റിമൈൻഡർ ആയിട്ട് സെറ്റ് ചെയ്ത് കൂടെ കൊണ്ടു നടക്കേണ്ട ഒരു ആയത്താണ് എന്ന് സാന്ദർഭികമായിട്ട് പറയണം. ഇനി പ്രകോപനപരമായിട്ടുള്ള ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഒരു ഹദീസിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ലൈസ ശരീദു ബിസ്സുറാ ഇന്നമ ശരീദുല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ഗുസ്തിയിൽ മലർത്തിയിടുന്നവനല്ല, പകരം ദേഷ്യം വരുമ്പോൾ സ്വന്തം ശരീരത്തിനെ കൺട്രോൾ ചെയ്യുന്നവനാണ് ശരിക്കും ശക്തിയുള്ള ആള്, ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ആള് എന്ന് പറയുന്നുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയെ ദഅവത്തിനോ അല്ലെങ്കിൽ ഇൽമ് നേടാനുള്ള ഒരു വേദിയോ ആക്കി മാറ്റി നമ്മളെ സ്മാർട്ട് ഫോണുകള് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസ് ഒക്കെ സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാക്കാം, അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള ഒരു റീസണും നമുക്കാക്കാം. തീരുമാനം നമ്മുടേതാണ്. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഈ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.